ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹിപ്സ് ആൻഡ് ഹൈപ്സ്. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളൊരു കാര്യം കാണിക്കാനാണ് കേട്ടോ. ഈ അടുക്കള ആയതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും വല്ല കുക്കിംഗ് വീഡിയോ ആയിരിക്കും അത്. പക്ഷെ കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല, എല്ലാവർക്കും പ്രയോജനപ്പെടുന്നൊരു കാര്യമാണ് കേട്ടോ. അതിനു മുമ്പ് വേറൊരു കാര്യം ഇവിടെ പറയാം. എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു അബദ്ധം പറ്റി കേട്ടോ. ഇതുപോലെ തന്നെ ഞാൻ ഒരു കുക്കിംഗ് വീഡിയോ എടുത്തതാണ്, പത്തിരി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ. നിങ്ങൾ കണ്ടു കാണും, അത് ഷോർട്സ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും അതൊരു ചെറിയൊരു ലോങ് വീഡിയോ ആയിരുന്നു, 2-3 മിനിറ്റ് വരുന്ന ഒരു ലോങ് വീഡിയോ ആയിരുന്നു കേട്ടോ. നമ്മളതെല്ലാം ചെയ്ത് ഞാൻ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സംഗതി ലോങ് വീഡിയോയിലല്ല, ഷോർട്സിലാണ് കയറിപ്പോയത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആദ്യവും ഇല്ല അവസാനവും ഇല്ല, ഇടയ്ക്ക് മാത്രം വന്ന് കയറി കേട്ടോ. അങ്ങനെ ഒരു വലിയ പറ്റൊക്കെ പറ്റിയിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ അങ്ങ് വിട്ടു, ഇനിയിപ്പോൾ അങ്ങനെ തന്നെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഞാൻ ഓർത്തത്, കുറേ നാളായിട്ട് ഞാനിങ്ങനെ വിചാരിക്കുന്നതാണ് ഈ ഒരു വീഡിയോ ഇടണമെന്ന്. പക്ഷെ ഞാൻ ഓർത്തു അതിനൊരു റിവ്യൂ വരണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് യൂസ് ചെയ്തതിന് ശേഷമായിരിക്കണോ അതിൻ്റെ റിവ്യൂ ഇടേണ്ടത്. അപ്പം അങ്ങനൊരു കാര്യമാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. 2 പ്രോഡക്ട്സിനെ പറ്റിയുള്ളൊരു റിവ്യൂ ആണേ. അപ്പം നമുക്ക് ആ പ്രോഡക്ട്സ് എന്താണെന്ന് കാണാമേ. അപ്പോൾ ഇതാണ് ആ പ്രോഡക്ട്സ്. ഫസ്റ്റ് വൺ ഇതും, സെക്കൻഡ് വൺ ഇതാ ഈ 2 എണ്ണമാണ് കേട്ടോ. ഇതൊരു സെറ്റായിട്ടാണ് വന്നത്. ദെൻ ഇത് ഒരെണ്ണം. ഇത് തന്നെ ഞാൻ ആദ്യം പറയാം, നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായി കാണും. ഗ്രില്ലിങ് ആയിട്ടുള്ള ഒന്നുമല്ല ഇത്. ശരിക്കും നമുക്ക് ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കില്ലേ, അപ്പം നമ്മളിങ്ങനെ ഫുൾക്ക പോലെ വരുമല്ലോ ചപ്പാത്തി. അത് അങ്ങനെ ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പമുള്ളൊരു സാധനമാണ് കേട്ടോ. പലപ്പോഴും എനിക്ക് അങ്ങനെ കിട്ടാറില്ലായിരുന്നു. ഇപ്പം എനിക്ക് നല്ല യൂസ് ആയിട്ടുണ്ട് ഇത് കേട്ടോ. ഇത് ഞാൻ ഓൺലൈൻ വഴി വാങ്ങിയതാണ്. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു പ്ലക്കർ പോലത്തെ ഒരു സാധനം കൂടെ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഒന്നും കറക്റ്റ് നെയിം ഒന്നും എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ കേട്ടോ. പക്ഷേ ഇത് നല്ല യൂസ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇങ്ങനെ നമുക്ക് ചപ്പാത്തി ആദ്യം നമ്മുടെ പാനിലൊന്ന് ഇട്ടിട്ട് നമ്മൾ 2 സൈഡും ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്കിയെടുക്കണം കേട്ടോ, ആ ഒരു പശപ്പ് മാറുന്നത്. എന്നിട്ട് നമ്മൾ സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഇതിന് മണ്ടയിലേക്ക് നമ്മൾ നമ്മുടെ ചപ്പാത്തി ഇട്ടിട്ട് 2 സൈഡ് എടുത്തിട്ടുണ്ടല്ലോ, നന്നായി പൊങ്ങി വരും. നല്ലതായിരിക്കും ആ ചപ്പാത്തി കാണാനായിട്ട് കേട്ടോ. ഞങ്ങളിപ്പോൾ ഇങ്ങനെയാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉണ്ട് ഇതിന്. അധികം റേറ്റ് ഒന്നും ആയിട്ടില്ല കേട്ടോ. പിന്നെ ഇതിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു പിടി ഉള്ളത് കൊണ്ടുണ്ടല്ലോ, നമ്മുടെ കയ്യിലെങ്ങും അധികം ചൂട് തട്ടുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ. ഈ ഒരു പിടി കണ്ടല്ലോ, ഇങ്ങനെ തടിയുടെ ഒരു പിടിയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ളൊരു സാധനം തന്നെയാണ്. നമുക്ക് ഈ ഒരു എമൗണ്ടിന് നല്ല വർത്തായിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമുക്കതിങ്ങനെ തിരിച്ചിടാനും അങ്ങനെയെല്ലാം കിട്ടുന്നതാണ് ഈ ഒരു സാധനം. കൂടെ തന്നെ ഒരു ബ്രഷ് കൂടെ ഉണ്ട് കേട്ടോ, നമ്മുടെ ഓയിൽ ബ്രഷ് കൂടെ ഉണ്ട്. അത് ഞാനിവിടെ എവിടെയോ എടുത്തു വെച്ചു. അത് എവിടെയാണെന്നൊന്നും ഞാനിപ്പോൾ കാണുന്നില്ല, അതങ്ങനെ യൂസ് ചെയ്യുന്നില്ല. ഓൾറെഡി ഞാനൊരു ഒരെണ്ണം യൂസ് ചെയ്യുന്നുണ്ട്, അത് വേണ്ടാലോ നിർത്തി എവിടെയോ എടുത്ത് മാറ്റി വെച്ചതാണ്. അപ്പോൾ അതെന്തിനാണ് ഇപ്പോൾ കാണുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു 3 ഐറ്റമാണ് ഒരുമിച്ച് കിട്ടുന്നത്. ഏകദേശം ഒരു 120-150 ആ റേഞ്ചേ ആയുള്ളായിരുന്നു കേട്ടോ. ഇപ്പോൾ ഏകദേശം 1 മന്തിന് എബവ് ആയി ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട്. ചപ്പാത്തി 1 മന്തല്ല, 2 മന്തോളം ആവാറായിട്ടുണ്ട്. ചപ്പാത്തിയൊക്കെ ഇപ്പം ഇങ്ങനെയാണ് എടുക്കുന്നത്. അതുകൊണ്ട് എളുപ്പമാണ്. നമ്മൾ പരത്തി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചപ്പാത്തി ചുട്ട് നമുക്കിങ്ങനെ പൊങ്ങി വരുന്ന രീതിയിൽ ഉണ്ടാക്കാനായിട്ട് ഇത് നല്ലൊരു സാധനമാണ് കേട്ടോ. ഇതിന് റിവ്യൂ ഇടണമെങ്കിൽ ഇത് നമ്മൾ ഉപയോഗിച്ചിട്ട് വേണമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തത് ഈ ഒരു വീഡിയോ ഇടാൻ വേണ്ടിയേ. അപ്പോൾ ഇത് അടിപൊളി ഒരു സാധനമാണ്, മസ്റ്റ് ട്രൈ ആണ്. നിങ്ങളൊന്ന് വാങ്ങി നോക്കൂ. നമുക്ക് ഈസി ആയിട്ട് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇനിയും രണ്ടാമത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ട്രേ ആണ്. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ പൊതുവേ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഈ സിങ്കിൻ്റെ അവിടെ ആയിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഈ സിങ്കിൻ്റെ അവിടെ ആയിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് കഴുകിയ പാത്രങ്ങളൊക്കെ നമ്മൾ ഇതിലേക്ക് വെച്ചിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഈ ഒരു ഭാഗം കണ്ടോ, അതിലേക്കൂടെ വെള്ളം ഒഴുകി സിങ്കിലേക്ക് തന്നെ അങ്ങ് വീണോളും കേട്ടോ. നല്ലൊരു പ്രോഡക്റ്റാണ് ഇതും. ആ ഒരു 120-150 റേഞ്ചിനുള്ളിൽ വന്നിരിക്കുന്ന ഒരു സാധനമാണ്. നല്ല യൂസ്ഫുള്ളായിട്ടൊരെണ്ണമാണ്. എനിക്കിവിടെ സിങ്കിൻ്റെ അവിടെ ഒരു സ്ഥലമില്ല, നമുക്ക് പാത്രമൊക്കെ കഴുകിയിട്ട് വെക്കാനായിട്ട് എനിക്ക് നല്ലൊരു പ്ലേസ് ഇല്ല. ഇവിടെ കുറച്ച് ഇടയേ ഉള്ളൂ നമുക്ക് കിച്ചൺ ടോപ്പ് എന്ന് പറയാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പലപ്പോഴും എനിക്ക് വെള്ളം തോന്നിട്ട് വെക്കുന്നതാണ്, സ്റ്റാൻഡിൽ വെക്കുന്നതാണ് ഇഷ്ടമേ.
അപ്പോൾ സ്റ്റാൻഡ് നമ്മളിവിടെ ഓരോ ഷെൽഫിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അവിടോട്ട് കൊണ്ട് വെക്കുമ്പോൾ കഴുകിയിട്ട് ഉടനെ കൊണ്ട് വെക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ വെള്ളമൊക്കെ വീണ് അവിടെ വല്ലാതങ്ങാവും, നമ്മൾ ഇട്ടിരിക്കുന്ന ഷീറ്റൊക്കെ അഴുക്കാവാനും സാധ്യതയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സാധനമാണ് ആ ഒരു ട്രേ എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ പാത്രം കഴുകിയിട്ട് അവിടേക്ക് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നന്നായി വെള്ളം ഊറി നേരെ നമ്മുടെ സിങ്കിലോട്ട് തന്നെ വീഴുകയും ചെയ്യും. അതും നല്ലൊരു യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്, അധികം റേറ്റും ആയിട്ടില്ല, ഓൺലൈൻ വഴി തന്നെ എടുത്തതാണ്. ഇത് രണ്ടും നല്ല മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു കിച്ചൺ പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ലിങ്ക് ഇട്ട് തരാം. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർ. നല്ല യൂസ്ഫുള്ളായിട്ടുള്ള 2 പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നത് ഈ ഒരു പ്രോഡക്ട്സിനെ പറ്റി റിവ്യൂ പറയാനാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് ഇങ്ങനെയുള്ള വിശേഷങ്ങളും കാര്യങ്ങളുമായിട്ടൊക്കെ കാണാം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരേക്കും ബൈ.